ഒരു ബലാ മുസീബത്തുണ്ടായി ക്ഷമിക്കുന്നതിനേക്കാളും കൂലി ഒരു നന്മയുണ്ടായി അള്ളാഹുവിന് ശുക്ർ ചെയ്യലാണത്രേ. അള്ളാഹുവേ, നിനക്ക് നന്ദി ചെയ്യുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റേണമേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ശുക്ർ, അള്ളാഹു തന്ന നിഅമത്തുകളെ സംബന്ധിച്ച് എടുത്തു പറയൽ അതൊരു ശുക്റാണ്. അള്ളാഹുവിന്റെ ശുക്ർ നമ്മുടെ ദേഹത്ത് കാണൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. സാമ്പത്തികമായി അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകള് അവരുടെ ആ നിഅമത്ത് കാണത്തക്ക വിധം അഹങ്കാരത്തിലാവരുത്, ധിക്കാരം കൊണ്ടാവരുത്. നല്ലൊരു വസ്ത്രം ധരിച്ചു, നല്ല ചെരുപ്പ് ധരിച്ചു, നല്ല നിലക്ക് ജീവിക്കുന്നു, അഹങ്കാരമില്ലെങ്കിൽ അതൊരു ശുക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ കശിഫുൽ ഹൈഅ, വളരെ മോശമായ വസ്ത്രം, കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടിട്ട് ഒരാൾ മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവല്ലോ, ഹല്ലക മിൻ മാൽ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അയാൾ പറഞ്ഞു, നഅം, ഉണ്ട് നബിയെ, കാശുണ്ട്. മിൻ അയ്യിൽ മാൽ, എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ മാൽ, എല്ലാണ്ട് നബിയെ, എല്ലാമുണ്ട്. ഒട്ടകമുണ്ട്, ആടുകളുണ്ട്, കുതിരകളുണ്ട്, ഈത്തപ്പനത്തോട്ടമുണ്ട്, എല്ലാമുണ്ട്. ഖദ ആതാനില്ലാഹു മിനൽ ഇബ്ലി വൽ ഖൈൽ വറഖീഖി വൽ ഗനം, വിവിധങ്ങളായ സൗകര്യങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. ആ മനുഷ്യനാണ് കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് വന്നത്. തങ്ങൾ പറഞ്ഞുവല്ലോ, ഫഇദാ ആതാകല്ലാഹു മാലൻ ഫയുറ അലൈക്, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ അത് നിങ്ങളുടെ ദേഹത്ത് കാണപ്പെടണം. ഒരു നല്ല വസ്ത്രം ധരിച്ചു, ഒരു കുഴപ്പമില്ല. വൃത്തിയിൽ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. അഹങ്കരിക്കരുത്. അല്ലാഹു തന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഒരു പ്രയാസമില്ല. അഹങ്കാരമാവരുത്, ധിക്കാരമാവരുത്, റിയാ ആവരുത്, മറ്റുള്ളവരെ കാണിക്കാനാവരുത്. പക്ഷേ അല്ലാഹു തന്ന നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ദേഹത്ത് കാണപ്പെടൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയുന്നത്, ലാ തദുറുക്കും ദുന്യൻ ശകർതുമൂഹാ, നിങ്ങൾക്ക് ദുന്യാവിന്റെ ബിസിനസ്സുകളോ സമ്പാദ്യങ്ങളോ സുഖസൗകര്യങ്ങളോ അല്ലാഹു തന്നാൽ അതുകൊണ്ട് പ്രയാസമില്ല. നിങ്ങൾ ശകർതുമൂഹാ, അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു നമ്മെ നന്ദി ചെയ്യുന്നവരാക്കി തരട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യ സ്വഭാവം നന്ദികേടാണ്. വൽആദിയാത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖ്ആ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹുവിന് വേണ്ടി കുളമ്പുകളെ കൊണ്ട് തീപ്പൊരി പാറി ഓടി യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ഭാഗമാണിത്. വൽ ആദിയാത്ത്, കുതിരകൾ അല്ലാഹു സത്യം ചെയ്തു. അപ്പൊ അതിന്റെ ദേഹത്തിരിക്കുന്ന, അതിന്റെ മീതയിരിക്കുന്ന യോദ്ധാവിന്റെ മഹത്വം എത്രയാണ്. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ, തീപ്പൊരി പാറിക്കുന്നത്. ഫൽമുഗീറാതി സുബ്ഹാ, രാവിലെ അതിരാവിലെ ശത്രുപാളയത്തിലേക്ക് കയറി ചെല്ലുന്നത്. ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖ്ആ, അങ്ങനെ പൊടി പറത്തിയിട്ട് പൊടി പാറ്റിയിട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫവസത്ന ബിഹി ജംആ, ഓടിക്കൂടിയ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിരപ്പടയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് കനൂദ്, നന്ദികേടുള്ളവനാണ്. സത്യം ചെയ്തിട്ട് പറയാ, നമ്മളൊന്നും വേണ്ട വിധം നന്ദി ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കും. പക്ഷെ ഒരു രോഗത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ വിചാരിക്കുക, എന്താ രോഗിയാവുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിയാവില്ലല്ലോ, അത് പിന്നെ നുണയാവൂലേ, അപ്പൊ പിന്നെ നമ്മൾ അത് പറയുന്നില്ല. സത്യത്തിൽ ഒരു രോഗിയായി കിടക്കുന്ന ഒരാൾ, ആ മനുഷ്യന് രോഗം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, എന്റെ അസുഖം ഇത്രയല്ലേ ആയിട്ടുള്ളൂ റബ്ബേ, ഇവിടെ നിന്നല്ലോ ഇത്രയല്ലേ ആയുള്ളൂ,
മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗൽഭനായ ഹദീസ് പണ്ഡിതന്മാർ റാവികളിൽ കൊണ്ടുവരുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. ആ മഹാന്റെ കയ്യിൽ വല്ലാത്തൊരു മുഴ പോലെ വന്നിട്ട് അതങ്ങ് പൊട്ടിയിട്ട് വേദന കൊണ്ട് പൊളയുമ്പോ കാണാൻ ചെന്നതെന്റെ ശിഷ്യന് വല്ലാതെ വിഷമിച്ചപ്പോ മഹാനവറുകൾ ചോദിച്ചതല്ല, നീ എന്തിനാ അത്ഭുതപ്പെടുന്നത്? പുഞ്ചിരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, ഈ മുറിവെങ്ങാനും എന്റെ കണ്ണിലായിരുന്നുവെങ്കിൽ എന്തൊരു പ്രയാസമായി പോയേനെ. ഈ മുറിവെന്റെ നാവിലായിരുന്നെങ്കിൽ അതൊന്നല്ല, കയ്യിലല്ലേ, അൽഹംദുലില്ലാ, അത് അതിലൊതുങ്ങിയില്ലേ. ഒരു പ്രയാസത്തിൽ പോലും നമ്മൾ അല്ലാഹുവിന് നന്ദി പറയേണ്ടവരാണ്, ശുക്ർ പറയേണ്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നമ്മൾ അല്ലാഹുവിന് നന്ദികേടാണല്ലോ ചെയ്യുന്നത്. മഹാനായ ഹസനുൽ ബസ്വരി തങ്ങളോട് എന്താണ് കനൂദ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കനൂദ് തന്നെയാണ്. ആ കനൂദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലകനൂദല്ല, വാക്ക് കനൂദാൻ. ല, തീർച്ചയായും തന്നെയാണ് എന്നതിനെ അസേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന വാക്കാണത്, പ്രിപ്പോസിഷൻ. ലകനൂദ്. കനൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞത്, അല്ലദീ യഉദ്ദുൽ മസ്വാഇബ വയൻസൻ നിഅം. ആരാ കനൂദ് എന്നറിയോ? ആരായി നന്ദികേട് ചെയ്യുന്ന ആള്? അല്ലാഹു കൊടുത്ത പരീക്ഷണങ്ങൾ ഓരോന്നെണ്ണി പറയും. വയൻസൻ നിഅം, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ മറക്കും, അതൊന്നും പറയില്ല. പ്രയാസങ്ങൾ മാത്രം. കുട്ടിക്ക് ജോലി ആയിട്ടില്ല, അതെനിക്കൊരു കുട്ടി ഉണ്ടായില്ലേ, അതിന് നീ കല്യാണം കഴിച്ചില്ലേ, കല്യാണം കഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്, കുട്ടി ഇല്ലാത്തവർ എത്ര ഉണ്ട്, പിന്നെ ജോലി ആവാത്തത്. എന്റെ കുട്ടിക്ക് കുട്ടിയായിട്ടില്ല, എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞില്ലടോ, അൽഹംദുലില്ലാ പറയേ. അത് സാധിക്കാത്ത എത്ര ആളുകളുണ്ട്, അന്തിയുറങ്ങാൻ വീടില്ലേ, പ്രയാസങ്ങളെ പറയും. അല്ലാഹു തന്ന നിഅമത്തുകൾ എത്ര നമ്മുടെ ദേഹത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഇത് പറയാതെ അനുഗ്രഹങ്ങളെല്ലാം മൂടിവെച്ച് പ്രയാസങ്ങൾ മാത്രം എടുത്തു പറയുന്ന ആളെയാണ് കനൂദ് എന്ന് പറയുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്വരി തങ്ങള്. അതുകൊണ്ടാണ് ഒരു വിഭാഗം പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് ഹബീബായ തങ്ങൾ പറയാൻ കാരണം, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹ്റ ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ജീവിതകാലം മുഴുവനും ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്ത തന്റെ ഭാര്യ, ഒരുപാട് സ്നേഹിച്ചു പരിപാലിച്ചു കൊണ്ടുവന്ന ഭാര്യ, ثم رأت منك شيئا, എന്തെങ്കിലും ഒരു പിഴവ്, ഒരു തെറ്റ്, ഒരു പാടില്ലാത്തത് നിങ്ങളിൽ നിന്ന് കണ്ടുപോകുമ്പോൾ ആ പെണ്ണ് പറയും, ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. നിങ്ങളിൽ പണ്ടേ ഒരു നന്മയുമില്ലല്ലോ, നിങ്ങൾ പണ്ടേ മോശക്കാരനാണല്ലോ, നിങ്ങൾ ഒരു ഉപകാരവും എനിക്ക് ചെയ്യാത്ത ആളല്ലേ. ജീവിതകാലത്ത് കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ ആ മനുഷ്യന്റെ സാമീപ്യം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, പെരുമാറ്റം കൊണ്ടുണ്ടായ എല്ലാ നന്മകളും ഒരൊറ്റ നേരത്തെ ഒരു പ്രയാസത്തിന്റെ പേരിൽ മറന്നു കളയുന്ന പെണ്ണുങ്ങൾ, അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ നന്ദിയോടെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മക്കളാകുമ്പോ, അവര് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് ദിക്ർ ചൊല്ലിയിട്ട്, ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ട്, ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ, ഉമ്മയെ കൈപിടിച്ച് ഉമ്മയുടെ കൈ ചുംബിക്കുന്ന, ഉപ്പയുടെയും ഉമ്മയുടെയും നെറ്റിയിൽ ഉമ്മ വെച്ചിറങ്ങുന്ന മക്കള്, എത്ര നല്ല സ്നേഹമുള്ള ഭാര്യ, ബഹുമാനമുള്ള ഭർത്താവ്, സ്നേഹത്തോടെ പെരുമാറുന്ന വീട്, എന്ത് രസായിരിക്കും ആ വീടിന്റെ ഉള്ളകം. മക്കളുടെ വായിലൂടെ വരുന്നത് നല്ല വാക്കുകള്, ശുക്രിന്റേത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പോകുന്നു, മദ്രസയിലേക്ക് പോകുന്നു, വീട് വിട്ടിറങ്ങുന്നു, കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിനാ തവക്കൽന. വീട്ടിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലി, എന്തൊരു മനോഹരം. എത്രയാണ് ഒരു വീടിനുള്ളിൽ ശുക്ർ ഉണ്ടാകുമ്പോൾ, അത്തഹദ്ദുസു ബിന്നിഅമതി ശുക്റുൻ വതർകുഹാ കുഫ്റുൻ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറഞ്ഞ് റബ്ബിന് ആ എടുത്തു പറയൽ തന്നെ ശുക്റാൻ. അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയാ പ്രയാസമല്ല.
അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് 31 തവണ അള്ളാഹു ചോദിച്ച ഒരു സൂറയുണ്ട്. 31 തവണ. മനുഷ്യരോടും ജിന്നുകളോടും നിങ്ങൾക്ക് എന്താ നിഷേധിക്കാൻ പറ്റുക? എന്താ നിഷേധിക്കാൻ പറ്റുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ എന്താ നിങ്ങൾക്ക് നിഷേധിക്കാനുള്ളത്? എന്താ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുന്നത്? ഈ ജിന്നുകൾക്ക് നിബിതങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊടുത്തപ്പോ അവര് പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മുമ്പിൽ ഈ സൂറത്ത് ഓതുമ്പോഴേ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോ കേൾക്കുന്നവർ പറയേണ്ട ദിക്റുണ്ട്. കേൾക്കുന്നവര് സ്വഹാബികൾ ഒന്നും മിണ്ടാണ്ടിരുന്നപ്പോ തങ്ങൾ പറഞ്ഞുവല്ലോ, സ്വഹാബികളെ, ലഖദ് കാന ഇഖ്വാനുക്കും മിനൽ ജിന്നി. നിങ്ങൾക്കറിയുമോ കാനു അഹ്സന റദ്ദം മിൻകും. ജിന്നുകൾ ഈ ആയത്ത് കേട്ടപ്പോ നിങ്ങളെക്കാളും മനോഹരമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സർവേശ്വരനായ അല്ലാഹുവിന്റെ ഏതനുഗ്രഹമാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഒരു യുക്തിവാദി ചിന്തിക്കുന്നത് പ്രപഞ്ചം മുഴുവനും ആരോടും കടപ്പാടില്ലാത്ത, എങ്ങനെയോ തട്ടിമുട്ടി ഉണ്ടായത്, എങ്ങനെയോ കാലാകാലങ്ങളിൽ പരിണമിച്ചുണ്ടായി വന്നത്, ആരോടും പ്രതിബദ്ധത, ഒരാളോടും ഒരു കടപ്പാട്, ഒരു ശുക്രിന് തലതാഴ്ത്താനോ നന്ദിയോടെ വിനയത്തോടെ ഇടപെടാനോ മനുഷ്യനെ അനുവദിക്കാത്ത വിധം പ്രപഞ്ചത്തിലെ സർവ്വതും താനേ മുളച്ചുണ്ടായത് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ലെന്ന് സമർത്ഥിക്കലാണ് യുക്തിവാദിക്ക് ആവശ്യം. എത്ര വലിയ നന്ദികേടാണത്! യുക്തിവാദം തന്നെ ഒരു വലിയ നന്ദികേടല്ലേ? അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ നിഷേധിക്കാൻ കഴിയുക? നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണോ? നിങ്ങളുടെ രൂപം ഡിസൈൻ ചെയ്തത് നിങ്ങളാണോ? നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിശ്ചയിച്ചത് നിങ്ങളാണോ? നിങ്ങൾക്ക് ജനിക്കാനുള്ള നേരം നിശ്ചയിച്ചത് നിങ്ങളാണോ? ഇനി മരിക്കാനുള്ള നേരം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ തൊലി നിറം നിങ്ങളാണോ തീരുമാനിച്ചത്? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ നാട് നിങ്ങളാണോ തീരുമാനിച്ചത്? അല്ലല്ലോ. പിന്നെ ആരാണ്? അത് അല്ലാഹുവാണ്. നിങ്ങളുടെ ഉമ്മാക്ക് വാപ്പാക്ക് പോലും അതിൽ ഇടപെടാൻ കഴിയില്ലല്ലോ. ആരാണ് ഇതൊക്കെ തന്നത്? ഞാനല്ല, എന്റെ കൂടെയുള്ള ആരുമല്ല. പിന്നെ ആര്? സർവേശ്വരനായ അല്ലാഹു. ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് എത്രയാ അല്ലാഹു പറഞ്ഞത്. റബ്ബിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ നിങ്ങൾ എന്തിനെയാ നിഷേധിക്കുന്നത് എന്ന ആയത്ത് ചോദിച്ചപ്പോ ജിന്നുകൾ മറുപടി പറഞ്ഞു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നുമേ ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല റബ്ബേ. ഫലകൽ ഹംദ്, നിനക്കാണ് നന്ദി, സർവത്ര നന്ദി. അല്ലാഹുവേ, നിനക്കാണ് നന്ദി, സർവത്ര നന്ദി. ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അതുകൊണ്ട് മുഅ്മിനേ, നാവിൽ ശുക്റുണ്ടാവട്ടെ. അൽഹംദുലില്ലാ എന്നത് നമ്മുടെ ഏതൊരു കോൺവെർസേഷന്റെയും ഏതൊരു അഭിസംബോധനയുടെയും അടിസ്ഥാനമാവട്ടെ. ഏതൊന്നിന്റെയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് പറയും റളിയല്ലാഹു അൻഹു, ഞങ്ങളൊക്കെ ഒരു ദിവസം പലരും പലപ്പോഴും കണ്ടുമുട്ടും. വെറുതെ ഒരു കാര്യം ഒന്നും ഉണ്ടായിട്ടല്ല. ലഅല്ലനാ നൽതഖി ഫിൽ യൗമി മിറാറാ യസ്അലു ബഅദുനാ അൻ ബഅദ്. നമ്മളുണ്ടാവില്ല, അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ കാണുന്നു, വാഹനത്തിൽ വെച്ച് കാണുന്നു, കല്യാണ പന്തലിൽ കാണുന്നു, വീട്ടിൽ വെച്ച് കാണുന്നു, ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. എന്താ വിശേഷം? അൽഹംദുലില്ലാ. ആ ഒരു അൽഹംദുലില്ലാ കേൾക്കാൻ ഞങ്ങൾ ഒരുപാട് തവണ വെറുതെ കണ്ടുമുട്ടും. എന്താ വിശേഷം എന്ന് ചോദിക്കാൻ. നമ്മൾ എന്ത് വിശേഷം അറിഞ്ഞില്ലേ, ഇപ്പൊ അങ്ങനെയല്ലേ, ഇനിയിപ്പോ അത് വരാൻ പോകുന്നു, ഇത് വരാൻ. ലോകത്ത് എന്തൊക്കെ വന്നു മുമ്പിനെ. നമ്മളൊരു വാറ്റ് വരുമ്പോൾ നമ്മളെന്താ, നമ്മളെ GST അല്ലേ, ടാക്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെ പേടിച്ചു. ഒരു ഭരണ കേന്ദ്രത്തിൽ മാറുമ്പോൾ ഫിർഔൻ ഭരിച്ചു പോയ നാടാ അള്ളാന്റെ ഭൂമി. അബൂജഹൽ കഴിഞ്ഞു പോയ നാടാ. ഹിറ്റ്ലർ കഴിഞ്ഞു പോയി. ലോകമഹായുദ്ധം 1, 2 കഴിഞ്ഞു. ഇതിലപ്പുറം ഒന്നും വരാനില്ലല്ലോ. എന്തു വന്നാലും പിന്നെ ഇപ്പൊ എന്തിനായി പേടിക്കണത്? നമ്മൾ എപ്പോഴും പ്രതീക്ഷയിൽ ജീവിക്കേണ്ട ഒരു ഉമ്മത്താണ്. എല്ലാം നന്നായി വരും, ഒക്കെ ശരിയാവും.
നമ്മൾ പ്രതീക്ഷ വിടരുത് ഒരിക്കലും. നമ്മൾ കഴിഞ്ഞു, നമ്മൾ തീർന്നു, ഇതങ്ങനെയല്ല. അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് ഖിയാമത്ത് നാൾ വരെ നന്മയുള്ളത്. അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. പിന്നെ എന്തിനാ പേടിക്കണത്? ഇത് ഖൈറിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് ഖൈർ വരും. ഏത് പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യും. ഏത് പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. രണ്ട് വാക്കുകൾ അല്ലാഹു ഉദ്ദേശിച്ചത്. ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത് മുശ്രിക്കുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും കാഫിറുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മയുടെ ശുക്റിന്റെ വാക്കുകൾ പറഞ്ഞ് ജീവിക്കേണ്ടവരാ നമ്മള്. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഞങ്ങൾ കണ്ടുമുട്ടുമ്പോ വെറുതെ ചോദിക്കും, എന്താ യസ്അലു ബഅദുനാ അൻ ബഅദിൻ. ഞങ്ങൾ ചോദിക്കും, എന്താ വിശേഷം, എന്താ വിവരം? ഇപ്പൊ പറയും അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് അൽഹംദുലില്ലകൾ ഞങ്ങളുടെ വാക്കുകളിൽ കടന്നു വരാറുണ്ട്. അതിനുവേണ്ടി മാത്രം ഞങ്ങൾ പരസ്പരം ഇടക്കിടക്ക് പോയി കണ്ടുമുട്ടാറുണ്ടെന്ന് ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, കൈഫ അൻത്, എന്താ വിശേഷം, എന്താ കാര്യം, എന്താണ് വിവരങ്ങളൊക്കെ എന്ന് ഉമർ എന്നവർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അഹ്മദു ഇലൈക്കല്ലാഹ് അഹ്മിദു ഇലൈക്കല്ലാഹ്. ഉമർ എന്നവരെ, അള്ളാഹിനോട് നന്ദി പറയുകയാണ്, നിങ്ങളതിന് കാരണക്കാരൻ. ഈ ഉമ്മത്തിൽ കാണുന്ന നന്മകൾക്ക് ഞാൻ അള്ളാഹുവിന് നന്ദി പറയുകയാണ്. ഇത് പറഞ്ഞപ്പോ ഉമർ എന്നവർ പറഞ്ഞു, ഹാദാ അറദ്തു മിൻക. എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോ, നീ ഈ നന്ദി വാക്ക് പറയുന്നുണ്ടോ എന്ന് നോക്കലായിരുന്നു എന്റെ ലക്ഷ്യം. ശരി, നീ പറഞ്ഞത് ശരിയായി. നീ പറഞ്ഞത് അള്ളാഹ്ക്ക് നന്ദി എന്നല്ലേ, അത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ചോദിച്ചത്. നീ അത് പറയുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം അൽഹംദുലില്ലാ എന്ന് പറയാം. വെറും തുമ്മുമ മാത്രമല്ല, എപ്പോഴും അൽഹംദുലില്ലാ. അത് പഠിപ്പിച്ചിരുന്ന മഹാനായിരുന്നു നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. സുന്നത്തിനെ ഇങ്ങനെ ജീവിപ്പിച്ചിരുന്ന ഒരു മഹാൻ. അള്ളാഹു അവരെയും നമ്മെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു കൂട്ടി ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എപ്പോഴും അൽഹംദുലില്ലാ എന്നല്ലാതെ മഹാന്റെ നാവെന്ന് വരില്ല. അൽഹംദുലില്ലാ, അതാണ് ആ മഹാത്മാവിന്റെ ഒരു പ്രത്യേകത. അതാണ്, നന്മയല്ലാതെ മറ്റൊന്നും പറയില്ല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരാണെന്ന് ഒരുപാട് മജ്ലിസുകളിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ പറയിപ്പിക്കണം. ഉസ്താദ് പറയുന്നൊരു വാക്കാണ്, പിഞ്ചു മക്കള്, പാല് കുടിക്കുന്ന മക്കള്, ഉമ്മമാര് പാല് കൊടുക്കുമ്പോ ആ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുമ്പോ, അത്തിപ്പറ്റ ഉസ്താദിന്റെ മജ്ലിസിൽ ഇരുന്നവർ കേട്ടിട്ടുണ്ടാവത്, കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞിന് പറയാൻ കഴിയില്ല ബിസ്മില്ലാ, കുഞ്ഞിന് പകരം ഉമ്മ പറയണം ബിസ്മില്ലാ. കുഞ്ഞ് പാലുകുടി നിർത്തിയാൽ ഉമ്മ പറയണം അൽഹംദുലില്ലാഹ്. അത് കുഞ്ഞിന് പറയാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ പഠിപ്പിച്ച മഹാനാണ്. ഇതൊക്കെ ഹബീബിന്റെ സുന്നത്തുകളാണ്. അത് ജീവിപ്പിച്ചിരുന്ന മഹാൻ. അല്ലാഹു അവർക്കൊക്കെ ഖൈറു ഖലഫ്, സന്മാർഗികളായ അല്ലാഹു നല്ല പിന്മുറക്കാർ അല്ലാഹു നമുക്ക് പകരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ എടുത്തു പറയാം. ഫഅമ്മാ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾക്ക് എടുത്തു പറയാം. പ്രയാസമില്ല. അല്ലാഹു നമുക്ക് സൗകര്യം ചെയ്താൽ പറയണം, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇതാ വീട് വെച്ചു, അള്ളാന്റെ അനുഗ്രഹത്താൽ എനിക്കൊരു ജോലി ശരി, അള്ളാന്റെ അനുഗ്രഹത്താൽ എന്റെ കുട്ടി എക്സാം പാസ്സായി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ കുട്ടിന്റെ കല്യാണം നടന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കുഞ്ഞുണ്ടായി. എല്ലാം അള്ളാഹുവിന്റെ നിഅമത്തുമായി അതിനെ ബന്ധിപ്പിക്കണം. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ചില ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും. അസൂയക്കാരുടെ മുമ്പിൽ മുഴുവൻ പറഞ്ഞേക്കരുതെന്ന നഹ്മദുല്ലാഹ അലാ ജമീഇ ശുക്ർ. അസൂയക്കാര് കണ്ണുകൊള്ളുന്നൊരു വിഷയം. അത് കണ്ണുകൊള്ളുക എന്ന് പറഞ്ഞത് ശരീഅത്തിലുള്ള വിഷയമാണ്. ഇസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറഞ്ഞ വിഷയം സത്യമാണ്. അത് സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല എന്താണ് കണ്ണേറ് എന്ന്. ഏതൊരു ഒരു സദർ ഉസ്താദ് പാറമ്പ വീണ കഥ ഉണ്ടല്ലോ, അവിടെ ആരോ കരുനാവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൂടല്ലേ, ഒഴുക്കുന്ന സ്ഥലത്ത് കൂടെ ഒരാൾ വീണ കണ്ടാൽ തന്നെ ഉറപ്പല്ല വീഴുന്നത്. അങ്ങനെ പറഞ്ഞാണത് അല്ലേ. കരുനാവ് പറഞ്ഞു എന്ന് പറയാൻ പറ്റൂല അതിന് അല്ലേ. വഴുക്കുന്ന സ്ഥലത്ത് കൂടെ പോയാൽ വീഴുക, ബാധാ പോകുന്നപ്പോൾ വീഴുമല്ലോ. ആർക്കും പറയാം
വെട്ട് കുഴിയിലൂടെ നടന്നു പോയാൽ ഉറപ്പല്ലേ വീഴുന്നു എന്ന പോലെ അത്രയുള്ള കരുന്നാവ് അതല്ല. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് നിൽക്കുന്ന മരം അങ്ങനെ ഉണങ്ങുന്നത് കാണാൻ പറ്റും അല്ലേ. എന്തെല്ലാം ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും ഇത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയാ. തബാറകല്ലാഹ് തബാറകല്ലാഹ് മാഷാ അല്ലാഹ്. ഇത് പറഞ്ഞിട്ടേ പിന്നെ വേറെ നല്ല ചെറിയ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്ത സൗന്ദര്യമായിരിക്കും, ചെറിയ മക്കള്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തോ ഒരു ചുരുക്കെന്ന് ആദ്യം പറയാൻ നിൽക്കണ്ട. ആദ്യം അൽഹംദുലില്ലാഹ് മാഷാ, എന്നിട്ട് പറഞ്ഞു നല്ല ചുരുക്കുള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് ഇസ്വാബത്തുൽ ഐന് വരും, കണ്ണേറ് തട്ടും. ഇത് ഉള്ളതാണ് ഹദീസിലുള്ള വിഷയം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുകും ബിൽ കിത്മാൻ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടാൻ നിങ്ങൾ ചിലതെല്ലാം മറച്ചു വെക്കുന്നതിന് വിരോധമില്ല. എല്ലാം കൂടെ പുറത്തു വിടണ്ട. ഒരാളുടെ ശമ്പളം എത്രയാ, ഒരാളുടെ വരുമാനം എത്രയാ. ആൾക്കാർ പറയും എന്റെ ശമ്പളമൊക്കെ എനിക്ക് കിട്ടുന്നതിന്റെ 3 ഇരട്ടിക്ക് ആൾക്കാരുടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ തന്നെ പഠിച്ചവനെ ആ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോ അതൊക്കെ നിർത്തി പോരായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോ നമ്മുടെ ആരോട് ഡിസ്ക്ലോസ് ചെയ്യണ്ട. അത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ നാട്ടുകാർക്ക് അറിയണം? അപ്പോ നമ്മുടെ നിഅമത്തുകൾ നമ്മൾ മൂടി വെക്കുക. എന്തിനെന്നറിയോ? അലാ ഖളാഇ ഹവായിജുക്കും. നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരും. കിട്ടുന്ന എല്ലാ നിഅമത്തും വിളിച്ചു പറയണ്ട. അസൂയക്കാരിടയിലുണ്ടാകുമ്പോ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടി വരും? അത് മൂടി വെക്കും. എല്ലാം വിളിച്ചു പറയണ്ട. എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു ഒന്നും പറയണ്ട. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുക്കും ബിൽ കിത്മാൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ചിലതൊക്കെ മറച്ചു വെച്ചോളൂ, എന്നിട്ട് അള്ളാഹുവിന്റെ സഹായം തേടിക്കോളൂ പറഞ്ഞ് എല്ലാം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അസൂയകൾ വന്നു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ആ ശുക്ർ അള്ളാഹുവാണ് കാര്യങ്ങൾ തന്നത് എന്ന് അറിയുന്നത് തന്നെ ശുക്റാണല്ലോ. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു അള്ളാഹുവിനോട്, റബ്ബേ, ആദം നബി അലൈഹിസ്സലാമിനെ നീയല്ലയോ പടച്ചത്? ബിയദൈക, നിന്റെ കുദറത്തിന്റെ കരങ്ങൾ കൊണ്ട്, നിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ കൊണ്ട് നീയായിട്ട് പടച്ച ആദം നബി അലൈഹിസ്സലാം. വനഫഖ്ത ഫീഹി മിർ റൂഹിക്, നീയായിട്ട് ആത്മാവ് സന്നിവേശിപ്പിച്ചു കൊടുത്ത നബി. എങ്ങനെയാണാവോ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യുന്നത്? എത്രയാ നിനക്ക് നന്ദി ചെയ്യ റബ്ബേ? എങ്ങനെയാ ആദം നബിക്ക് ശുക്ർ ചെയ്യാ? കളിമണ്ണെന്ന് നീ പടച്ചതല്ലേ ആദം നബിയെ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം. ഹബീബായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഹബീബായ മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ അമ്പിയാക്കന്മാർ, അവര് അള്ളാഹുവിനോട് ഇടപെട്ട് ചോദിക്കട്ടെ, എങ്ങനെ റബ്ബേ ആദം നബിക്ക് ഇപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടാവുക നിനക്ക് ശുക്ർ ചെയ്യാൻ? മൂസ നബിയെ അറഫ, ആദം നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു, അന്നഹു മിന്നി, ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് നടന്നത് എന്നിൽ നിന്നാണ്, ഞാനാണ് ചെയ്തത് എന്ന് ആദം നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു. മൂസ നബിയെ, ആ ബോധ്യപ്പെടൽ തന്നെ ശുക്റാണ്. ഇനി അതല്ല അത്ഭുതം, നമ്മൾ അല്ലാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ സാധിച്ചു. അതൊരു നന്മയാണ്. നന്മ എന്നത് അള്ളാഹു നൽകുന്ന നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ വേറെ നന്ദി ചെയ്യണം. അപ്പൊ നന്ദി ചെയ്താൽ തന്നെ ആ നന്ദിക്ക് പിന്നെ വേറെ നന്ദി ചെയ്യണം. കദാലിക ശുക്രു ശുക്രി യഹ്താജു യശ്കുറു. നന്ദി ചെയ്താൽ പഠിച്ചവനെ എനിക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞല്ലോ, അതിന് അൽഹംദുലില്ലാ അങ്ങനെ മരിക്കോളം പറയാൻ നേരം ഉണ്ടാവുള്ളൂ. ഓരോ നന്ദി ചെയ്യുന്നതും ഒരു അനുഗ്രഹമാണ്. ഓരോ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോ അൽഹംദുലില്ലാ എന്ന് പറയാനായതിന്, നന്ദി ചെയ്യാനായതിന് അള്ളാഹുവിനോട് നന്ദി ചെയ്യണം. അതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ തന്നെ അത് മരണം വരെ കടപ്പാട് തീരൂല. അതുകൊണ്ട് സർവത്ര നന്ദി, അള്ളാഹുവിന് നന്ദി പറയേണ്ടവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ, നന്ദി ചെയ്യുന്ന ഹൃദയവും അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന നാവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മക്കയിലേക്ക് തിരിച്ചു വരുന്നു, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കാണാൻ. അപ്പൊ ഇസ്മായിൽ നബി അവിടെ ഇല്ല, ഭാര്യയുണ്ട് അവിടെ. ഭാര്യയോട് ചോദിച്ചു, കൈഫ ഐഷുക്കും, എങ്ങനെയുണ്ട് ജീവിതം? ഫീ ദീഖിൻ വഹറജ്, ഭയങ്കര പ്രയാസാണ്. ഈ മക്കത്ത് സൂപ്പർ മാർക്കറ്റും ഇല്ല, ഷോപ്പിംഗ് മാളും ഇല്ല. അന്ന് അങ്ങനെയൊന്നും പറയില്ല, അങ്ങനത്തെ ഫാൻസി വേർഡൊന്നും പറയില്ല. ഒരു സാധനം കിട്ടാനില്ല, എന്താണ്, വെള്ളമില്ല, ഖനികളില്ല, പഴങ്ങളില്ല, ഒന്നുമില്ലല്ലോ. എങ്ങനെ അവിടെയൊക്കെ ജീവിക്കാൻ? സുബ്ഹാനല്ലാഹ്. എന്നെ അറിയുന്നൊരു സുഹൃത്ത് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുറച്ച് പ്രൊഫസർമാരെ
ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ അവർ ചോദിച്ച ചോദ്യം അതായിരുന്നു. നിങ്ങൾ തൊട്ടടുത്ത് പെരിന്തൽമണ്ണക്കാണത് സംഭവം ഉണ്ടായത്, പരിസരത്ത് ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ടോ, വലിയ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ടോ, എൻ്റർടൈൻമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ, നമുക്ക് എന്താ ഓൽക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, ഇവിടെ ഉള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റൂല. ചിലർക്ക് അങ്ങനെ ആയിരിക്കും, ആ ജോലി തന്നെ വേണ്ട. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം അതല്ല, കഷ്ടപ്പാടിൻ്റെ ജീവിതം. മക്കയുടെ ചൂടും അന്ന് ആ ഒരു സംസമിൻ്റെ ഒരു ഉറവയല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലല്ലോ. വല്ലാത്തൊരു ജീവിതം. എങ്ങനെയുണ്ട് ജീവിതം? ഞങ്ങൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഇസ്മായിൽ നബിയുടെ ഭാര്യ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടി എന്താണ്? ആ ഭർത്താവ് വന്നാലേ എന്റെ സലാം പറയണം, സലാം അലൈക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം. പിന്നെ വാതിൽ കട്ടയൊന്ന് മാറ്റാൻ പറയണം കേട്ടോ. അപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞ് ഇസ്മായിൽ നബി തിരിച്ചു വന്നു. ഒരാൾ വന്നിരുന്നു, ഇങ്ങനൊക്കെ പറഞ്ഞു, ആ അതെന്റെ വാപ്പയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരിക്കും അത്, എന്റെ വാപ്പയാണ്. എന്തേ പറഞ്ഞോ? എന്തെങ്കിലും വസൂയത്തുണ്ടോ? വാതിൽ കട്ടൽ മാറ്റാൻ വേണ്ടി നീ അവരോട് എന്തെങ്കിലും പറഞ്ഞു? എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതന്നെ, നിന്നെ തുലാഖു ചൊല്ലി വേറൊരു ഭാര്യനെ കെട്ടിക്കോന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അമ്പിയാക്കന്മാർക്ക് ഇവിടെ ഭാഷ അറിയാം. പറഞ്ഞു, മോളെ, ഒരു നബിയുടെ കൂടെ ജീവിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രയാസം സഹിക്കാൻ പറ്റുന്ന ആളെ ഒരു പ്രവാചകന്റെ ഭാര്യയായിട്ട് പറ്റുള്ളൂ. അവളെ തൊലാഖ് ചൊല്ലിക്കൊടുത്തു, വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ കാലിന്റെ ആ അടയാളം പതിഞ്ഞ കല്ലാണ് മഖാം ഇബ്രാഹിമിന്റെ ഉള്ളിലുള്ളത്. മഖാം ഇബ്രാഹിമിനുള്ളത് ആ കാലിന്റെ അടയാളം പതിഞ്ഞ കല്ലാണ്. എന്തെന്നറിയോ? അത്രക്ക് അല്ലാഹുവിന് നടന്ന കാലാണത്. എത്ര ത്യാഗം ചെയ്തു. എങ്ങനെയുണ്ട് ജീവിതം? അൽഹംദുലില്ലാഹ്, ഞങ്ങൾ റാഹത്തിലാണ്. എവിടെ? അവസ്ഥ ഒന്നും പഴയ പോലെ തന്നെയാണ്. പക്ഷെ ആ പെൺകുട്ടി എന്തു പറഞ്ഞു? നല്ല സന്തോഷത്തിലാണ്. മോനെ കണ്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോഴും. എന്നാ പിന്നെ വാതിൽക്കട്ടിലേക്ക് അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ മോനോട്, നിന്റെ ഭർത്താവിനോട്. അങ്ങനെ തിരിച്ചുപോയി ഇസ്മായിൽ നബി അവളോട് പറഞ്ഞു, ആ നിന്റെ വാപ്പാക്ക് ഇഷ്ടമായിട്ടുണ്ട് നിന്റെ ആ പ്രതികരണം, ശുക്രാണത്, നന്ദിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾ എന്നെ ഗൾഫ് കൊണ്ടുപോയിട്ടില്ലല്ലോ, ഒന്ന് ഉംറ കൊണ്ടുപോയിട്ടില്ലല്ലോ, ഒന്ന് അവിടെ കൊണ്ടുപോയില്ലല്ലോ, ഒന്ന് ലുലു മാൾക്കെങ്കിലും കൊണ്ടുപോയിക്കൂടെ? ഇതൊക്കെയല്ലേ നമ്മളെ പെണ്ണുങ്ങൾ പറയണത്. സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾ ഐസിയുന്നൊന്ന് പോന്ന് വീട്ടിൽ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലെ? ആശുപത്രി കിടക്കുന്നൊന്ന് വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വേറെടുക്കെങ്കിലും എത്താനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അനുവദിച്ച ഹലാലുകൾ ആസ്വദിക്കാം, അതിനൊന്നും പ്രയാസമല്ല. പക്ഷെ നന്ദിയോടുകൂടെ, ഒരു പരാതിയായിട്ട് പറയരുത്, ഒരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാവരുത്. നന്ദിയോടെ ശുക്റിന്റെ വാക്കുകളാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് നിഅമത്തുകൾ നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ളത്, എത്ര നിഅമത്തുകളാണ്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി